കർത്താവിൽ പ്രിയരെ, ദൈവം തന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ പുതിയ ദിവസം എല്ലാ നിലകളിലും ദൈവിക നന്മകൾ പ്രാപിച്ചെടുക്കുവാൻ സ്വർഗീയ പിതാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാരംഭമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത ഓർത്ത് ഉറങ്ങുവാനും പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ദയയെ ധ്യാനിച്ചുകൊണ്ട് ഉണരുവാനും സ്വർഗീയ പിതാവ് അവസരം തന്നല്ലോ. ദൈവത്താൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി 56 സങ്കീർത്തനം 3 വാക്യം വായിക്കട്ടെ. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഇസ്രയേലിൻ്റെ 2ാമത്തെ രാജാവായിരുന്ന ദാവീദ് പാടിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 56 സങ്കീർത്തനം. വളരെ ധൈര്യത്തോടെ ദാവീദ് വിളിച്ചു പറയുകയാണ്, ജീവിതത്തിൽ ഭയം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഞാനൊരു രാജാവാണെങ്കിൽ പോലും എനിക്ക് ചുറ്റും പടയാളികളുണ്ട്, സംരക്ഷണമുണ്ട്, എല്ലാം ശരിയാണ്. എങ്കിലും ലോകത്തിൻ്റെ അധികാരപരിധിക്കുള്ളിൽ ഏത് ശക്തനും ഭയപ്പെടുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആ ഭയത്തിൻ്റെ പിടിയിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കും. തുടർന്നുള്ള വാക്യത്തിൽ ദാവീദ് ഇങ്ങനെയാണ് പാടുന്നത്: ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. അതായത് ആദ്യം പറയുന്നു ഭയപ്പെടുന്ന നാളിൽ ദൈവത്തിൽ ആശ്രയിക്കുമെന്ന്. രണ്ടാമത് താൻ പറയുന്നത് അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നിമിത്തമായി ഞാൻ ഭയപ്പെടുകയില്ല. അതാണ് ഓരോരുത്തരും സ്വയമായിട്ട് ആർജിച്ചെടുക്കേണ്ട ഉറപ്പ്. നമുക്കൊക്കെ ചില പ്രത്യേക സമയങ്ങളിൽ ആരൊക്കെ നമ്മളെ ആശ്വസിപ്പിച്ചാലും ആരൊക്കെ നമ്മുടെ കൂടെ ഇരുന്ന് ധൈര്യപ്പെടുത്തിയാലും നമ്മുടെ ഉള്ളിലേക്ക് ആ ധൈര്യവും ഈ ആശ്വാസമൊന്നും കയറി ചെല്ലുകയില്ല. കാരണം ഭയം കൊണ്ട് കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലിനപ്പുറത്താണ് നമ്മളിരിക്കുന്നത്. എന്നാൽ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം ഏതൊരാളിൻ്റെയും ഭയമില്ലാതെ സ്വസ്ഥമായി ജീവിക്കുവാനും അവർക്ക് ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള എല്ലാ നന്മകളും പ്രാപിക്കുവാനും കഴിയുമെന്നുള്ളതും വാസ്തവമാണ്. മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് ഭയപ്പെട്ടു പോകാനുള്ള സാധ്യതയും ഏറെയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഈ ഒരു പ്രത്യേകത ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു മാനവകുലത്തിൻ്റെ തന്നെ സ്ഥിതി? ആർക്കും ആരെയും ഭയമില്ല എന്ന് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ചിലരൊക്കെ ഭയമില്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നത് സത്യത്തിൽ ഭയമില്ലാഴികയല്ലത്, വിവരക്കേടാണ്. എനിക്ക് ആരെയും പേടിക്കാനില്ല, ഞാൻ എന്തും ചെയ്യും, എന്നോട് ചോദിക്കാൻ ആരുമില്ല എന്നൊക്കെയുള്ള ഭാവം ഏത് മനുഷ്യരിലുണ്ടാകുമോ ആ മനുഷ്യൻ തീർച്ചയായിട്ടും താൻ ചിന്തിച്ചതും പറഞ്ഞതുമായ കാര്യങ്ങൾക്കനുസരണമായി ദൈവസന്നിധിയിൽ മറുപടി കൊടുക്കേണ്ടി വരുമെന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവരുടെ പ്രാപ്തിക്കനുസരിച്ചുള്ള യുദ്ധോപകരണങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഭയമില്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അവർക്ക് ഭയമുണ്ട്, ആരെങ്കിലും ഏതു സമയത്തും ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ പ്രതിരോധം ആവശ്യമാണ്. അതിനുള്ള സംവിധാനം ഒരുക്കപ്പെടുകയും വേണം. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, ഒരു കാര്യം മറക്കല്ലേ, നമുക്ക് ആകെയുള്ള ഒരു ശത്രു പിശാച് മാത്രമാണ്. ലോകത്തിലുള്ള ആരും നമുക്ക് ശത്രുക്കളല്ല. ചിലരൊക്കെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് മിടുക്ക് പറയുമല്ലോ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഒക്കെ. ആരെയും ഭയമില്ല എന്ന രീതിയിലാണ് അവരിതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. സത്യത്തിൽ വേദപുസ്തകം പറയുന്നത് ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അല്ലാതെ ഇതൊന്നും ഭയമില്ലായൊന്നുമല്ല കേട്ടോ. ദൈവം അവനെ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചത് കൊണ്ടാണ് ഈ ചെയ്യുന്നതും കാട്ടിക്കൂട്ടുന്നതുമെല്ലാം. അങ്ങനെയുള്ളവരെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ് അടുത്ത വാക്യത്തിൽ, അതായത് റോമാലേഖനം 1-ാം അധ്യായം 28-29 വാക്യങ്ങൾ: അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ. ഒന്ന് അവരുടെ സ്വഭാവ വൈശിഷ്ട്യം ഇങ്ങനെയാണ് പറയുന്നത്: കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമിത്ത ഇല്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യരെന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രശംസിക്കുക കൂടി ചെയ്യുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കുവൈറ്റ് ഇറാഖ് യുദ്ധത്തെക്കുറിച്ച് നാം ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഓപ്പറേഷൻ ഡിസേർട്ട് സ്റ്റോം എന്നാണ് ആ യുദ്ധത്തിൻ്റെ പേര്. F-16 യുദ്ധവിമാനത്തിന്റെ പൈലറ്റായി സേവനമനുഷ്ഠിച്ചിരുന്ന ആൻഡി എയ്പോലിനെ എന്നയാൾ തൻ്റെ ഒരു അനുഭവ സാക്ഷ്യം ഇങ്ങനെ വിവരിച്ചിട്ടുണ്ട്: ഇറാഖിൻ്റെയും കുവൈറ്റിൻ്റെയും മുകളിലൂടെ 28 പ്രാവശ്യം താൻ പറന്നിട്ടുണ്ട്.
അനേക പ്രാവശ്യം വിരണ്ടു പോയിട്ടുണ്ട്. എന്നാൽ അപ്പോഴൊക്കെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ ശരണപ്പെടുകയും അവന്റെ സ്നേഹത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിലപ്പോഴെല്ലാം തനിക്ക് ലഭിച്ച ദൗത്യ നിർവഹണത്തിനിടയിൽ പരിഭ്രാന്തനാകുമ്പോൾ യേശു സ്നേഹിക്കുന്നെന്നെ പറയുന്ന അങ്ങനെ വേദത്തിൽ എന്ന പാട്ട് പാടിക്കൊണ്ടിരിക്കുമായിരുന്നെന്ന്. ഏത് നിലയിലുള്ള ഭയത്തിൽ നിന്നും മോചനമുണ്ടാകണമെങ്കിൽ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവ് നമ്മെ ഭരിക്കാൻ തുടങ്ങണം. ഈ വാക്കുകൾ ശ്രവിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും നിലയിലുള്ള ഭയത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടുവാൻ തയ്യാറാകുക. ദൈവത്തിന്റെ വചനത്തിൽ പുകഴുക. തീർച്ചയായും സകല പരിഭ്രമങ്ങളും ഭയവും ഒഴിഞ്ഞുപോകും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. ഏത് നിലയിലുള്ള ഭയം ഞങ്ങളെ പിടികൂടുമ്പോഴും അങ്ങയിൽ ആശ്രയിപ്പാനുള്ള ദൈവകൃപ തന്ന് ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.